ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ 7 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. 140 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു വെച്ചേക്കാണ്. ആ സെൻറ്റൻസസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ചെയ്യാത്തവർ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം. ഇനി 7 ദിവസത്തെ വീഡിയോസ് ഞാനിപ്പോൾ അതേ പ്ലേ ലിസ്റ്റിലായിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണണം. കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹോം വർക്കിൻ്റെ ആൻസർ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 2 സെൻറ്റൻസസ് ആണ് പറഞ്ഞത്. എനിക്കിന്ന് നേരത്തെ ഇറങ്ങണം, ഒപ്പം പറഞ്ഞ നിനക്ക് ആരെയാണ് സംശയം. ഓക്കെ, 2 സെൻറ്റൻസസ്. എനിക്കിന്ന് നേരത്തെ ഇറങ്ങണം. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ. നിനക്ക് ആരെയാണ് സംശയം? ഇത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെയാണ് ചോദിക്കുക, whom do you suspect? whom do you suspect? ഓക്കെ, അപ്പോൾ ഐ ഹാവ് ടു ലീവ് ഏർലി ടുഡേ, പിന്നെ whom do you suspect? നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ശരിയായിട്ടുള്ള ഉത്തരം തന്നായിരുന്നു. കുറച്ച് പേരൊക്കെ ചില മിസ്റ്റേക്സ് വരുത്തി. എനിക്ക് തോന്നുന്നു അവരൊന്നും പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കൂടെ കണ്ട് പഠിച്ചെടുക്കുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ 1ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഒന്നാമത് എന്താണെന്ന് പറയൂ, ഇന്ന് എന്താ നിൻ്റെ പ്ലാനുകളൊക്കെ? ഇന്നത്തെ നിൻ്റെ പ്ലാനുകളൊക്കെ എന്താണ്? ഓക്കെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയായിരിക്കും നമ്മളോട് ഈ ചോദ്യം ചോദിക്കുക, ഇന്നത്തെ നിൻ്റെ പ്ലാനൊക്കെ എന്താ? ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ നിനക്ക്? കാരണം അവർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകാനുണ്ടാവും, ഷോപ്പിങ്ങിന് പോകാനുണ്ട്, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടാവും. പണി തരാൻ ചോദിക്കുന്നതിന് മുമ്പ് അമ്മ അതിങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ എസ്പെഷ്യലി കൂട്ടുകാർ ചോദിക്കും ഒരു സൺഡേക്ക് ആയി കഴിഞ്ഞാൽ, ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ നിനക്ക്? നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചോദിക്കും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? നിന്റെ പരിപാടികൾ എന്താ ഇന്നത്തെ? അല്ലെങ്കിൽ നിനക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും പദ്ധതികൾ നീ റെഡി ആക്കിയിട്ടുണ്ടോ? എങ്ങനെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ടുഡേ? അപ്പോൾ നമ്മൾ പറയണം, എനിക്കങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വൈകിട്ട് നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് നമ്മൾ വീട്ടിൽ അമ്മയോടും ഭാര്യയോടൊക്കെ പറയണമെന്ന് വിചാരിക്കും. ഓക്കെ, വൈകിട്ടൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഇന്ന് പകൽ ഞാൻ ഫ്രീ ആണ്, പക്ഷേ രാത്രിയിൽ അപ്പം നിങ്ങളെയൊക്കെ കൊണ്ടൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത് എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയോ ബാക്കി അല്ലെങ്കിൽ ഭാര്യയൊക്കെ പെട്ടെന്ന് ചോദിക്കും, നമ്മൾ പുറത്ത് പോയി കഴിക്കണോ? നമുക്ക് ഇവിടെ തന്നെ ചെയ്താൽ മതിയില്ലേ? ഇല്ലേ? അമ്മമാർക്ക് ഒരു സ്പെഷ്യൽ കൺസേൺ ആണ്. സ്പെഷ്യലി ഇപ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഫുഡിൻ്റെ കേസിലൊക്കെ വലിയ ഡൗട്ട്സുകൾ ഇഷ്യൂസുകളൊക്കെ ഉള്ള സമയത്ത് ബഹുഭൂരിപക്ഷം അമ്മമാരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്തിനാ പുറത്ത് പോയി കഴിക്കണം? നമുക്ക് ഇവിടെ കഴിച്ചാൽ മതിയില്ലേ? നമ്മൾ പുറത്ത് പോയി കഴിക്കണോ? നമ്മൾ പുറത്ത് പോയി കഴിക്കണോ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക. അമ്മമാർക്കൊക്കെ വളരെ മനോഹരമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം കേട്ടോ. ഷുഡ് വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്? ഷുഡ് വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്? ഓക്കെ, ഷുഡ് വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്? ഓക്കെ, നമ്മളൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കണോ? ഷുഡ് വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്? ഓക്കെ, ഷുഡ് വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്? അപ്പോൾ നമ്മൾ അമ്മയോട് പറയണം, അങ്ങനെയാണെങ്കിൽ വേണ്ട, നമുക്ക് കഴിക്കേണ്ട, നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം എന്ന് പറയുമ്പോൾ അമ്മ അപ്പം തന്നെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടേ? നമ്മൾ ചോദിക്കണം, എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടേ? അപ്പോൾ എങ്ങനെ നമുക്കത് ചോദിക്കുക? വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? ഓക്കെ, വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? നിനക്ക് എന്താ കഴിക്കണ്ടേ? വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? ചിലപ്പോൾ നമ്മൾ പറയും, എനിക്ക് അത് കഴിക്കണം, ഇത് കഴിക്കണം, പക്ഷേ വീട്ടിലാണെങ്കിൽ ഇത് പറ്റില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറയുമ്പോഴും അമ്മ അങ്ങനെ ചോദിക്കാം, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഓക്കെ, വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? ഓക്കെ, വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? ഇപ്പോൾ നമ്മളൊരു അടിപൊളി ഐറ്റത്തിൻ്റെ കേസൊക്കെ പറഞ്ഞു. പകൽ മുഴുവൻ നമ്മൾ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ഐറ്റം മുഴുവൻ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ നീ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് തരാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങുമ്പം അമ്മ നമ്മുടെ അടുത്ത് പറയണം, എടാ പാല് മേടിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ പറയണേ, പാല് മേടിക്കാൻ മറക്കരുത് എന്ന് പറയാണ്. ഓക്കെ, പാല് മേടിക്കാൻ മറക്കരുത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം? ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ മിൽക്ക്. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ മിൽക്ക്. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ മിൽക്ക്. ഓക്കെ, പാല് മേടിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ മിൽക്ക്. ഓക്കെ, ഈ മിൽക്കിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങളും മേടിക്കാൻ മറക്കരുത് എന്നുള്ള രീതിയിലാക്കാം. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ ബിസ്ക്കറ്റ്. ഓക്കെ, ബിസ്ക്കറ്റ് മേടിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ വെജിറ്റബിൾ. ഓക്കെ, വെജിറ്റബിൾ മേടിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ റൈസ്. ഓക്കെ, റൈസ് മേടിക്കാൻ മറക്കരുത്. ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു ബൈ മിൽക്ക്. ഇനി നമ്മൾ 5ാമത്തെ സെന്റൻസിലേക്ക് പോവാം.
ഓക്കെ, അഞ്ചാമത്തെ സെൻറ്റൻസ്, എടാ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, എൻ്റെ ശ്രദ്ധ പോണു. കല്യാണരാമനിൽ നിങ്ങൾ ഇന്നസെൻ്റ് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധ, എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ എന്നൊക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ, എൻ്റെ കോൺസെൻട്രേഷൻ പോണു, എൻ്റെ ശ്രദ്ധ പോകുന്നു എന്നൊക്കെ എങ്ങനെയാണ് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ? ഐ കാൺട്ട് കോൺസെൻട്രേറ്റ്, ഐ കാൺട്ട് കോൺസെൻട്രേറ്റ്. ഓക്കെ, എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഐ കാൺട്ട് കോൺസെൻട്രേറ്റ്. ഓക്കെ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഐ കാൺ കോൺസെൻട്രേറ്റ്. ഈവൻ കുട്ടികൾക്ക് പറയാം, പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റണില്ലെങ്കിൽ പാരൻസൊക്കെ ചെന്ന് ചോദിക്കും എന്താ പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഐ കാൺ കോൺസെൻട്രേറ്റ്, എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പറയും ഐ കാൺ കോൺസെൻട്രേറ്റ്, എനിക്ക് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, കൂടെയുള്ള ആരെങ്കിലും ഒന്ന് വണ്ടി ഓടിക്കണേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും ഐ കാൺട്ട് കോൺസെൻട്രേറ്റ്. ആറാമത്തെ സെൻറ്റൻസിലേക്ക് നമുക്കിനി പോവാം. ആറാമത്തെ സെൻറ്റൻസ് ഇതാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. നമ്മൾ ചില ജോലികളൊക്കെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ഓക്കെ എടാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാൻ റെഡിയാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പല 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 സിറ്റുവേഷനിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്ന് നമ്മൾ പറയും അല്ലേ. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റുക? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെ പറഞ്ഞാൽ മതി, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ. ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. ഓക്കെ, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തോളൂ, എന്നോട് പറഞ്ഞോളൂ എന്നൊക്കെയാണ് നമ്മൾ പറയണേ. ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. അവനൊരു തലവേദനയാണ്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി എനിക്ക് എപ്പോഴും തലവേദന വരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ അമ്മ ഭാര്യയ്ക്ക് പറയുന്നതാണ് തലവേദനയാണ് അവന് എന്ന് പറയും അല്ലേ. അവന് തലവേദനയാണ്. തലവേദനയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഹെഡ് ഏക്ക്. എന്താ പറയാ? ഹെഡ് ഏക്ക്. ഓക്കെ, ഹെഡ് ഏക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഹി ഹാസ് എ ബാഡ് ഹെഡ് ഏക്ക്. ഓക്കെ, ഹി ഹാസ് എ ബാഡ് ഹെഡ് ഏക്ക്. അവന് തലവേദനയാണെന്ന് പറയാണ്. ഹി ഹാസ് എ ബാഡ് ഹെഡ് ഏക്ക്. ഓക്കെ, ഇങ്ങനെയാണ് പറയാം, ഹി ഹാസ് എ ബാഡ് ഹെഡ് ഏക്ക്. എനിക്ക് ഒന്നും അറിയണ്ട. എട്ടാമത്തെ സെൻറ്റൻസ് ആണ്, എനിക്ക് ഒന്നും അറിയണ്ട. നമ്മൾ കട്ടക്കലിപ്പിലൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, എനിക്ക് ഒന്നും അറിയണ്ട. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്, ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. എനിക്കൊന്നും അറിയണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. ഓക്കെ, നമ്മളെങ്ങനെ പറയാം? ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. ഓക്കെ, എനിക്കൊന്നും അറിയണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഒൻപതാമത്തെ സെൻറ്റൻസിലേക്ക് നമ്മൾ കിടക്കാം കേട്ടോ. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്ന് നമ്മൾ പലപ്പോഴും പറയും അല്ലേ. എസ്പെഷ്യലി പാൻഡമിക്കിന് മുമ്പ് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പാൻഡമിക് വന്നപ്പോൾ നമ്മുടെ സകല കാൽക്കുലേഷൻസും തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും എൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റി, ഞാൻ അങ്ങനെയൊന്നുമല്ല ലൈഫിൽ ഉദ്ദേശിച്ചിരുന്നത്, എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം പാളി എന്നൊക്കെ പറയും. ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ്. ഇങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക. എങ്ങനെ? ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ്. ഓക്കെ, ഓൾ മൈ കാൽക്കുലേഷൻസ്, എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി. ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം പറഞ്ഞ് ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ്. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കാവോ? ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കാവോ? ഓക്കെ, ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഫോണിൽ വിളിച്ചിട്ട് ഒരാൾ അഡ്രസ്സ് പറയുകയാണ്. നമ്മുടെ അടുത്തൊരു കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട്, അപ്പോൾ പറയുകയാണ് എടാ ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കും, ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കാവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് അവനെ കൊണ്ട് എഴുതിക്കാണ്. ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കാവോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, നമുക്കത് ഇങ്ങനെ പറയാം, പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് അഡ്രസ്. പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് അഡ്രസ്. ഓക്കെ, എങ്ങനെ പറയാം? പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് അഡ്രസ്. ഓക്കെ, ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്കണേ. പ്ലീസ് റൈറ്റ് ഡൗൺ ദിസ് അഡ്രസ്. ഇനി നമ്മൾ 11ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാൻ പോവാണ്. നിന്റെ ഓഫീസ് എവിടെയാണ്? നിന്റെ ഓഫീസ് എവിടെയാണ്? ഓക്കെ, വേർ ഈസ് യുവർ ഓഫീസ്? വേർ ഈസ് യുവർ ഓഫീസ്? ഓക്കെ, നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ കാര്യം ഇങ്ങനെ ഒത്തിരി പറയാണ്. ഓഫീസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എപ്പോഴും ചോദിക്കും നിന്റെ ഓഫീസ് അപ്പോൾ എവിടെയാണ്? വേർ ഈസ് യുവർ ഓഫീസ്? ഓക്കെ, പലപ്പോഴും നമ്മളിവിടെ സെഷൻ്റെയൊക്കെ അവസാനം നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കും സാറേ ഓഫീസ് എവിടെയാണ്? വേർ ഈസ് യുവർ ഓഫീസ്? ഓക്കെ, ഇനി നിങ്ങൾ മറക്കണ്ട കേട്ടോ, നമ്മുടെ ഓഫീസുള്ളത് ചാലക്കുടിയിലാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ചാലക്കുടിയിൽ വന്ന് IELTS സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് പോരെ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് വേർ ഈസ് യുവർ ഓഫീസ്?
ഇനി നമുക്ക് 12ാമത്തെ സെന്റൻസിലേക്ക് കിടക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയും, എടാ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലരെ കുറിച്ച് ചില ന്യൂസസ് ഒക്കെ പറയും എനിക്ക് അവരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയും അല്ലേ. ചില വെളിപ്പെടുത്തലുകളൊക്കെ ആയിട്ട് ചില ആളുകളൊക്കെ എത്തുമ്പോൾ, മീഡിയയുടെ ഫ്രണ്ടിലൊക്കെ എത്തുമ്പോൾ പറയാറുള്ള ഒരു സെന്റൻസ് ആണ്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഐ ഹാവ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട്. ഓക്കെ, ഐ ഹാവ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട്. ഓക്കെ, എങ്ങനെ പറയാം? I have a lot to talk about. ഓക്കെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാം. എങ്ങനെ? I have a lot to talk about. നമ്മളിതെല്ലാം ഇപ്പം നമ്മളാണ് ഇത് പറയണമെന്ന് വിചാരിച്ചു, ഒരു മീഡിയയുടെ മുന്നിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയാണ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ കമ്പനിയെ കുറിച്ച് പറയുന്നത് ഒരാളെ പേഴ്സണലി ഉദ്ദേശിച്ചിട്ടല്ല, ഒരാളിത് പേഴ്സണലായിട്ട് എടുക്കരുത് എന്ന് നമ്മൾ പറയാം. ഇപ്പം ചില ആളുകളുടെ അടുത്തൊക്കെ ചില കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് പേഴ്സണലായിട്ട് എടുക്കരുത് കേട്ടോ, ഇത് പേഴ്സണലായിട്ട് എടുക്കരുത് എന്ന് പറയും. നമ്മൾ കോമൺ ഒരു ഗോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും, കോമൺലി എല്ലാവരോടും കൂടി ആയിരിക്കും നമ്മളിത് പറഞ്ഞിട്ടുണ്ടാകുക. ഇപ്പം ചില ആളുകൾക്ക് അത് അവരെ മാത്രമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫീലൊക്കെ വരും, നമ്മൾ പറയും പേഴ്സണലായിട്ട് എടുക്കരുത് എന്ന് പറയും. എങ്ങനെ പറയാം? ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഓക്കെ, ഇത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നീയാണ് എൻ്റെ എല്ലാം. വാലന്റൈൻസ് ഡേക്കൊക്കെ പറയാൻ പറ്റിയ ഒരു അടിപൊളി സെന്റൻസ് ആണ്. ഒരു കാമുകന് കാമുകിയോട്, കാമുകിക്ക് കാമുകനോട്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒക്കെ പറയാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ്, നീയാണ് എൻ്റെ എല്ലാം. ഓക്കെ, you are everything to me. Okay, you are everything to me. Okay, ഇപ്പോൾ കാമുകന്മാർക്കൊക്കെ കിടക്കാഴ്ചയായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആട്ടോ. ഇന്ന് വൈകിട്ടൊക്കെ ടെക്സ്റ്റ് ചെയ്തു, you are everything to me. Okay, you are everything to me. നീയാണ് എനിക്കെല്ലാം, നീയാണ് എൻ്റെ എല്ലാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് 15ാമത്തെ സെന്റൻസിലേക്ക് പോവാം. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരനെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് പറയണം, എടാ ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വിടാം കേട്ടോ, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാം കേട്ടോ, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാം, അപ്പോൾ നിനക്ക് ബസ് കയറി പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സഹായം ഓഫർ ചെയ്യണം. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാം, ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം എന്നിങ്ങനെ പറയാം. I'll take you to the bus stop. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാം. I'll take you to the bus stop. Okay, I'll take you to the bus stop. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കാം. 16ാമത്തെ സെന്റൻസ് ആണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, യു ആർ എവ്രിതിങ് ടു മീ, നീയാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ പറയാം അതിവിടെ എല്ലാവർക്കും അറിയാം. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം, എവ്രി വൺ നോസ് ഇറ്റ്. ഓക്കെ, എവ്രി വൺ നോസ് ഇറ്റ്. ഓക്കെ, എല്ലാവർക്കും അതറിയാം. എവ്രി വൺ നോസ് ഇറ്റ്, എല്ലാവർക്കും അതറിയാം. ഇപ്പം നമ്മളൊരു സീക്രട്ട് ഒക്കെ ഒരു കൂട്ടുകാരോട് പറയുമ്പോൾ ഇതാണ് ആ സീക്രട്ട്, ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം. എവ്രി വൺ നോസ് ഇറ്റ്. ഞാൻ പിന്നീട് വരാം. 17ാമത്തെ സെന്റൻസ് ആണ്, ഞാൻ പിന്നീട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അവരൊരു സീരിയസ് ഡിസ്കഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ പറയും സോറി കേട്ടോ, ഞാൻ പിന്നെ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങ് തിരിച്ചിറങ്ങിപ്പോരും. പിന്നെ വരാം എന്നിങ്ങനെയാണ് നമുക്ക് പറയാം, I'll come back later. അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ അന്വേഷിച്ച് ഓഫീസിൽ ചെന്നു, അവനവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ അവനവിടെ ഇല്ല അല്ലേ, കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം കേട്ടോ. I'll come back later. എങ്ങനെ പറയാം? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞ്, I will come back later. ഇനി നമ്മൾ 18ാമത്തെ സെന്റൻസിലേക്ക് കിടക്കുകയാണ്. നിന്നെ ജോൺ വിളിച്ചായിരുന്നു. നിനക്ക് ജോണിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോളുകൾ കിട്ടിയോ? ജോണിൻ്റെ കോള് നിനക്ക് വന്നിട്ടുണ്ടായിരുന്നു? ജോൺ നിന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓക്കെ, ജോൺ നിന്നെ വിളിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. Did you get any call from John? ജോൺ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ജോൺ എങ്ങാനും നിന്നെ വിളിച്ചായിരുന്നു? ഓക്കെ, ഡിഡ് യു ഗെറ്റ് എനി കോൾ ഫ്രം ജോൺ? നീ ഇന്നലെ ലീവായിരുന്നു. 19ാമത്തെ സെന്റൻസ് ആണ്, നീ ഇന്നലെ ലീവായിരുന്നോ? ഓക്കെ, അപ്പം നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു ഫ്രണ്ടൊക്കെ ഇരിക്കണമെന്ന് നമ്മൾ ചോദിക്കും, എടാ നീ ഇന്നലെ ലീവായിരുന്നോ? ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തലേദിവസം ഒരു വലിയ കമ്പനിയാണ്, നമ്മുടെ ഒരു ഫ്രണ്ടിന് തലേദിവസം കണ്ടില്ല, നമ്മൾ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിക്കുകയാണ്, എടാ നീ ഇന്നലെ ലീവായിരുന്നോ? Were you on leave yesterday? നീ ഇന്നലെ ലീവായിരുന്നോ? എങ്ങനെ ചോദിക്കുക? Were you on leave yesterday? ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, Were you on leave yesterday? അങ്ങനെ നമ്മൾ നമ്മുടെ 20ാമത്തെ സെന്റൻസിലേക്ക് കിടക്കുകയാണ്. 160ാമത്തെ സെന്റൻസിലേക്ക് ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ കിടക്കുകയാണ്.
ഞാൻ നിന്നെ ഇന്നലെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഇന്നലെ നിരന്തരം വിളിച്ചായിരുന്നു. ഓക്കെ, നമുക്കൊരു അർജൻറ്റ് കേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ അവനെ കുറേ തവണ വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം ചെന്നിട്ട് നമ്മൾ പരാതി പറയും, ഞാൻ നിന്നെ ഇന്നലെ കുറേ വിളിച്ചായിരുന്നു എന്ന് പറയും. ഇങ്ങനെ കുറേ നിരന്തരം വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. എങ്ങനെ പറയാ? I was calling you continuously. നിന്നെ ഞാൻ എത്ര തവണയാണ് വിളിച്ചത്, എത്രമാത്രം തവണയാണ് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. I was calling you continuously. നീ പക്ഷെ ഫോൺ എടുത്തില്ല. I was calling you continuously. ഓക്കെ, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. I was calling you continuously. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 20 ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിച്ചു കഴിഞ്ഞു. 20 സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ 160 സെൻറ്റൻസിലേക്ക് എത്തിയേക്കാണ്. 160 സെൻറ്റൻസും നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതിനോട് കുറേ പേര് പറയുന്നുണ്ട് ഓൾറെഡി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ഒത്തിരി ഡെവലപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹോംവർക്കിലേക്ക് പോകാം. ഞാൻ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇത്രയും ദിവസം നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നത് അത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചോ അതാണ് നിങ്ങൾക്ക് പിന്നീട് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, സാറേ ഞങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൽ എന്തായാലും ഞങ്ങൾക്ക് ആ സെൻറ്റൻസ് കിട്ടിയതാണ്, ഞങ്ങൾ എന്തായാലും അത് പഠിക്കും, അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു ചലഞ്ച് തരുന്നതിനോടാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. ഇതുവരെ പഠിപ്പിക്കാത്ത സെൻറ്റൻസ് തരാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും എന്ന്. അപ്പോൾ നമ്മളിന്ന് അത്തരം സെൻറ്റൻസസ് 2 സെൻറ്റൻസ് നമ്മൾ ഇതുവരെ പഠിപ്പിക്കാത്തതാണ് നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. പക്ഷെ ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സംഗതി, അനേക ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് ഉത്തരം. അപ്പോൾ കുറേ പേര് ഇതിൽ തെറ്റുവരുത്തുന്ന എല്ലാവർക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തരൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തെറ്റുവരുത്തും, എല്ലാവർക്കും താഴെ ഞാനത് തെറ്റാണ്, ഇന്നതാണ് ശരി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് ചെയ്ത് തരില്ല, റിപ്ലൈ ആയിട്ട് തരില്ല. പകരം അടുത്ത ക്ലാസ്സിലായിരിക്കും ഞാനിതിൻ്റെ ഉത്തരം തരിക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇതിൻ്റെ ശരിയായിട്ടുള്ള സെൻറ്റൻസസ് ഞാൻ പറയും. ആ സമയത്ത് നിങ്ങൾ എന്താണോ എഴുതിയിട്ടുള്ളത് ആ സെൻറ്റൻസിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ആ സമയത്ത് പഠിച്ചാൽ മതി. ഇതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ തരുന്നത്. 2 സെൻറ്റൻസ് ഇതുവരെ നമ്മൾ പഠിക്കാത്തത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 1ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നീ എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ഓക്കെ, നമ്മൾ അതുവരെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണല്ലേ. എടാ നീ എങ്ങനെ ഇന്നലെ എന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? നീ എന്നെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? നീ എന്നെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തെറ്റിക്കോട്ടെ. തെറ്റുന്നതൊരു കുറ്റമല്ല, അതൊരു പാപമല്ല. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് തെറ്റ് വരുത്താം. ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ആ തെറ്റിനെ കറക്റ്റ് ചെയ്യും. അപ്പോൾ തെറ്റാണെങ്കിലും നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം. അത് നമ്മുടെ ഒരു ലേണിങ്ങിൻ്റെ പ്രോസസ്സാണ്. റൈറ്റ്, നമുക്ക് 2ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാം. നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അവനെന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് അവനറിയാം. ഓക്കെ, അപ്പോൾ 2 സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തെറ്റുന്നതിനെക്കുറിച്ച് ലെവലേശം പറയേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഒപ്പം വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസ് ചെയ്യുന്ന മറ്റൊരു ചാനലാണ് ആക്സെൻറ്റയുടെ ചാനൽ. ഓക്കെ, ഇതുപോലെ തന്നെ ഓരോ ലെസൺ ബൈ ലെസൺ നമ്മൾ അവിടെ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും നമ്മുടെ ആക്സെൻറ്റയുടെ ചാനൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീഡിയോസ് കിട്ടും. 2 ചാനലിലും നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് വീഡിയോസ് തരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ അതിലെല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 ചാനലും ഒരുമിച്ച് കൊണ്ടുപോകുക. 2 ചാനലിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.